1 രാജാക്കന്മാർ 17:9. നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. ദേശത്തെങ്ങും ക്ഷാമമുണ്ടായപ്പോൾ ദൈവം തന്നെ ഏലിയാവ് എന്ന പ്രവാചകനെ യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുവാൻ പറഞ്ഞു. അവിടെ ഒരു കാക്കയെ രാവിലെയും വൈകിട്ടും ഏലിയാവിന് ഭക്ഷണം എത്തിച്ചു കൊടുക്കുവാൻ കൽപ്പിച്ചാക്കി. രാവിലെയും വൈകിട്ടും അപ്പവും ഇറച്ചിയും. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. തൻ്റെ ഭൃത്യന് ആഹാരം എത്തിക്കുവാൻ ദൈവം ഉപയോഗിച്ചത് ഒരു കാക്കയെയാണ്. കെരീത്ത് തോട്ടിലെ വെള്ളവും കുടിച്ചു. എന്നാൽ ദേശത്ത് മഴ പെയ്യാഞ്ഞതുകൊണ്ട് തോട് വറ്റിപ്പോയി, കുടിക്കുവാൻ വെള്ളമില്ലാതെയായി. അപ്പോൾ ദൈവം ഏലിയാവിനോട് കൽപ്പിച്ചതാണ്, സരേഫാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്ക. നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നുവെന്ന്. ആ നാട്ടിൽ പല വിധവമാർ ഉണ്ടായിരുന്നു കാണണം. എന്നാൽ ദൈവം പറഞ്ഞ ആ ഒരു വിധവയെ കണ്ടുപിടിക്കുവാൻ ഏലിയാവ് ദൈവപുരുഷനായിരുന്നതുകൊണ്ട് വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ല. പട്ടണവാതിൽക്കൽ തന്നെ അവരെ കണ്ടെത്തി. എന്നാൽ ഈ വിധവയോട് ദൈവം എന്തെങ്കിലും കൽപ്പിച്ചിരുന്നതായി നാം എങ്ങും വായിക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കാം ദൈവം അങ്ങനെ പറഞ്ഞത്? നമുക്കിതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. മനുഷ്യരുടെ അറിവ് കൂടാതെ തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിനും മനുഷ്യരുടെ ആവശ്യങ്ങൾ നിവർത്തിക്കുന്നതിനും പറ്റിയ വിധത്തിൽ ദൈവത്തിന് നമ്മുടെ ഹൃദയങ്ങളെ നിയന്ത്രിക്കുവാൻ സാധിക്കും. ഈ വിധവയെ രക്ഷിക്കുവാൻ ദൈവം തീരുമാനിച്ചിരുന്നു. അവരുടെ ശൂന്യതയെ മാറ്റി, അവരുടെ ദാരിദ്ര്യത്തെ മാറ്റി അവരെ നടത്തുവാൻ ഇതാണ് ദൈവമൊരുക്കിയ പദ്ധതി. യഹോവ മഴ നിർത്തി ആ ദേശത്ത്. ഏലിയാവ് പറയുന്നു 17:14, യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല എന്ന്. മഴ പെയ്യുന്നതുവരെ ഭൂമിയിൽ വിധവയായ ഒരു സ്ത്രീ, സഹായിക്കാൻ ആരുമില്ല. എന്നാൽ എല്ലാം അറിയുന്ന ദൈവം അവർക്കായി ഒരു പദ്ധതി ഒരുക്കിയിരുന്നു. അതായിരുന്നു ഏലിയാവിൻ്റെ സന്ദർശനം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം പലരുടെയും ഉള്ളത്തെ ഉണർത്തി നമ്മുടെ ആവശ്യങ്ങളിൽ അവരെ നമ്മുടെ അടുത്തേക്ക് അയക്കുന്നു. അവർക്കും നമുക്കും ചിലപ്പോൾ മനസ്സിലാകില്ല ദൈവീക പദ്ധതിയാണ് അതെന്ന്. എന്നാൽ നാം ദൈവീക പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി ദൈവത്തോടൊപ്പം പ്രവർത്തിക്കുകയാണ്. ആ കാലഘട്ടം കഴിയുമ്പോൾ അവർ മാറിപ്പോയേക്കാം. എന്നാൽ യഹോവ ഈരെ കരുതുന്ന ദൈവം നമുക്കായി പലരെയും പലതിനെയും കരുതുന്നു. മത്തായി 10:40 മുതൽ 42 വരെ നാം വായിക്കുമ്പോൾ ദൈവനാമത്തിൽ നാം എന്ത് ചെയ്താലും അതിന് പ്രതിഫലമുണ്ടെന്ന് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ദൈവാത്മാവ് പ്രേരിപ്പിക്കുമ്പോൾ എല്ലാം നമുക്ക് ദൈവമക്കൾക്ക് ഉപകാരമായി തീരാം. അങ്ങനെ നമ്മെക്കുറിച്ചുള്ള ദൈവീക പദ്ധതികളുടെ പൂർത്തീകരണത്തിനായി ദൈവത്തോടൊപ്പം നമുക്ക് ആയിരിക്കാം. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, അങ്ങ് ഞങ്ങളെ ആത്മാവിൽ ഉണർത്തുമ്പോൾ അതിന് ശരിയായ രീതിയിൽ പ്രതികരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് us all.